ഹായ് മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ എൻട്രൻസിന് സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പോയാലോ എന്നാലും നമുക്ക് ആദ്യത്തെ ചോദ്യം. 45ഓളം ചോദ്യങ്ങളുണ്ട് നമ്മുടെ ബുക്ക്ലെറ്റിൽ. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ആൽക്കലി മെറ്റൽസ് ആർ. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തുള്ള ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ ആൽക്കലി മെറ്റലുകൾ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പുകാരെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും നമ്മൾ എന്താക്കും പറയും. ഇതിൽ ആൽക്കലി മെറ്റലുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ആൽക്കലി മെറ്റലുകൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ആൽക്കലി മെറ്റല്. തുടർന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇത്രയുമാണ് നമ്മൾ പറയുന്ന ആൽക്കലി മെറ്റലുകൾ. ഇനി നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റലുകളും ഉണ്ട്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ എവിടുന്നാ തുടങ്ങുന്നത്? പറയൂ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ എവിടുന്നാ നമ്മൾ തുടങ്ങുന്നത്? ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതാണ് നമ്മൾ പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ആണ് നമ്മൾ പറയുന്ന ആൽക്കലി മെറ്റലുകൾ. റെഡി? ഇനി ദ മോസ്റ്റ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. രണ്ടാമത്തെ ചോദ്യം: ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ആൽക്കലി മെറ്റൽസ് ആർ. അതായത് ആൽക്കലി മെറ്റലുകൾക്ക് മാത്രമായി നമ്മൾ കാണുന്ന സ്വഭാവ സവിശേഷത എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റെഡി? ആൽക്കലി മെറ്റലുകൾക്ക് മാത്രം നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ആൽക്കലി മെറ്റലുകൾക്കേ നമ്മൾ ഇത് കാണുകയുള്ളൂ എന്ന് പറയുന്ന സ്വഭാവ സവിശേഷത ഇതാണ്: ആൽക്കലി മെറ്റലുകളുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും കുറവും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും കൂടുതലും ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ സോഡിയം മെറ്റൽ എടുത്താൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. 11 ആവുന്ന സമയത്ത് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s1 എന്നാണ്. റെഡി? ഇവിടെ അവസാനത്തെ ബാഹ്യതമ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള എനർജി മതി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? കുറവാണ്. തുടർന്ന് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6 എന്നാണ്. ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എന്താവും? എത്തും. റെഡി? ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ധാരാളം എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണുകളെ നമുക്ക് എന്താക്കാൻ പറ്റത്തുള്ളൂ? റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഹയറും ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. എൻ ആൽക്കലി മെറ്റൽ വിച്ച് ഇസ് റേഡിയോ ആക്റ്റീവ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആൽക്കലി മെറ്റലുകളെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇതിൽ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസിയം ആണ്. ഫ്രാൻസിയം ഇസ് എ റേഡിയോ ആക്റ്റീവ്. ഇനി ദ ആൽക്കലി മെറ്റൽ വിച്ച് ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് എൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഇതിലേത് ആൽക്കലി മെറ്റലാണ് ആൽക്കലൈൻ എർത്ത് മെറ്റലുമായി ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ആൽക്കലി മെറ്റലുകളിൽ ലിഥിയം ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റലുമായിട്ട് എന്താക്കുന്നത്? ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇനി അടുത്തത്, വീണ്ടും നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കലി മെറ്റൽ ഇസ് യൂസ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് സെൽ. ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റേഡിയേഷൻ ഒരു മെറ്റൽ സർഫസിൽ വന്നു വീഴുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോണുകളെ ഇജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്.
ഒരു മെറ്റൽ സർഫസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റേഡിയേഷൻ വന്ന് വീഴുന്ന സമയത്ത് ആ റേഡിയേഷൻ വന്ന് വീഴുന്നതിൻ്റെ ഫലമായി ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അത് നടത്തുന്ന സംവിധാനത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്നുള്ള പേരിൽ നമ്മൾ എന്താക്കുക? പറയുക. സാധാരണഗതിയിൽ മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കലി മെറ്റൽ എന്ന് പറയുന്നത് സീഷ്യമാണ്. കാരണം സീഷ്യത്തിൻ്റെ കേസിൽ സാധാരണ സൺലൈറ്റ് വന്ന് വീണാൽ തന്നെ സീഷ്യത്തിനകത്ത് നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. സാധാരണ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ തന്നെ ഇലക്ട്രോണുകൾ സീഷ്യം മെറ്റലിനകത്ത് നിന്ന് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ സീഷ്യം മെറ്റലാണ് ആൽക്കലി മെറ്റലുകളിൽ എന്ത് ഇജക്റ്റ് ചെയ്യുന്നത്? സാധാരണ സൺലൈറ്റിൽ ഇലക്ട്രോണുകളെ എന്താക്കുന്നത്? ഇജക്റ്റ് ചെയ്യുന്നത്. വേഗത്തിൽ നോക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് മെൽറ്റിംഗ് ഹാലൈഡ്? വളരെ പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്ന ഹാലൈഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഓൾറെഡി നമുക്കറിയാം വളരെ സോഫ്റ്ററായ എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറയുന്ന സോഡിയമാണ്. അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ ക്ലോറൈഡുകളോ ഫ്ലൂറൈഡുകളോ ബ്രോമൈഡുകളോ അയഡൈഡുകളോ ആയിരിക്കും ഹയസ്റ്റ് മെൽറ്റിംഗ് ഹാലൈഡ്. അതിൽ സോഡിയം ഫ്ലൂറൈഡ് ആണ് ഹയസ്റ്റ് മെൽറ്റിംഗ്, കാരണം ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്. ഇനി ആൽക്കലി മെറ്റൽസ് ആർ, എച്ച് ആൽക്കലി എന്നല്ല കേട്ടോ. എട്ടാമത്തെ ചോദ്യം, ആൽക്കലി മെറ്റൽസ് ആർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ്. പി ബ്ലോക്ക് എലമെൻറ്റുകളെല്ലാം തന്നെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ആൽക്കലി മെറ്റൽ ഈസ് ഫോൾസ്? ആൽക്കലി മെറ്റലുമായി പ്രതിപാദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് തെറ്റ്? ഒന്ന്, ദേ ആർ മോണോ അറ്റോമിക്. മോണോ അറ്റോമിക് എന്ന് പറയുന്നത് ശരിയാണ്. ദേ ഹാവ് ദ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എല്ലാവർക്കും സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്ന് പറയുന്നത് ശരിയാണ്. ദേ നീഡ് വൺ മോർ ഇലക്ട്രോൺ ടു കംപ്ലീറ്റ്ലി ഫിൽ ദി എസ് ഓർബിറ്റൽ. ശരിയാണ്. അവസാനത്തെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. S1-ലല്ലേ എല്ലാം അവസാനിക്കുന്നത്. ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിയുമ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്കായിട്ട് എന്താവും? മാറും. ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹാവ് ദി സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. തെറ്റാണ്. ഒരിക്കലും ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകൾക്ക് സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരിക്കില്ല. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്നത് 3-ഓ 4-ഓ 5-ഓ എന്ത് വേണേലും ആവാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. ഇനി 10ാമത്തെ ചോദ്യം, കമ്പയർ ടു എൻ ആൽക്കലി മെറ്റൽ ആറ്റം ദ കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽ അയോൺ വിൽ ബി. ആൽക്കലി മെറ്റൽ ആറ്റങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കലി മെറ്റലുകൾക്ക് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഇതാണ്, ഈക്വൽ ഇൻ സൈസ്. ഏകദേശം സൈസ് എന്താണ്? സെയിം ആണ്. ഇനി ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡ്സ് ആർ. നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് പഠിച്ചതാണ്. ആൽക്കലി മെറ്റലിൻ്റെ ഹൈഡ്രൈഡുകൾ, ആൽക്കലി മെറ്റലുകൾ ഹൈഡ്രജനുമായി കൂടിച്ചേർന്നാൽ ഫോം ചെയ്യണതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡ്രൈഡ്സ്. ഇവിടെ ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡുകളെല്ലാം തന്നെ സലൈൻ ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അയോണിക്. റെഡി? പി ബ്ലോക്ക് എലമെന്റുകൾ ഹൈഡ്രജനുമായി കൂടി ചേർന്നാൽ ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊവാലൻ ഹൈഡ്രൈഡ്സ്. എന്നാൽ DNF ബ്ലോക്ക് എലമെന്റ്സ് ഹൈഡ്രജനുമായി കൂടി ചേർന്നാൽ ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് എന്നാണ് നമ്മൾ എന്താക്കുക? പറയുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക, സലൈൻ ഓർ സാൾട്ട് ലൈക്ക് ഓർ അയോണിക്. റെഡി? ഇനി 12ാമത്തെ ചോദ്യം, lithium halides are soluble in organic solvent while other alkali metal halides are insoluble in organic solvent. ലിഥിയത്തിൻ്റെ ഹാലൈഡുകൾ ഓർഗാനിക് സോൾവെൻറ്റിൽ സോല്യൂബിൾ ആവുന്നുണ്ട്, എന്നാൽ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽ ഹാലൈഡുകളെല്ലാം തന്നെ ഓർഗാനിക് സോൾവെൻറ്റിൽ ഇൻസോല്യൂബിൾ ആണ്. എന്താണ് അതിന് കാരണം?
അതിന് കാരണം അതിനകത്തില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്തോളണം. ലിഥിയം ഹാലൈഡുകളെല്ലാം തന്നെ ഹൈലി കൊവാലന്റ് നേച്ചർ ഉള്ളവരാണ്. ഹൈലി കൊവാലന്റ് നേച്ചറാണ് ലിഥിയത്തിൻ്റെ ഹാലൈഡുകൾക്കുള്ളത്. ഇത്തരം ഹൈലി കൊവാലന്റ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഓർഗാനിക് സോൾവെന്റിൽ അവരെന്താവും? സോല്യൂബിൾ ആവും. ഹൈലി കൊവാലന്റ് നേച്ചർ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? അയോണിക് ആയിരിക്കും. റെഡി. ലിഥിയം മാത്രമാണ് എന്ത്? കൊവാലന്റ്. കൊവാലന്റ് ആവുമ്പോൾ ഓർഗാനിക് സോൾവെന്റിൽ അതെന്താവും? സോല്യൂബിൾ ആവാൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. ഇനി 12ാമത്തെ ചോദ്യം, the raw materials required for the manufacture of sodium carbonate and sodium bicarbonate. സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സോൾവേ പ്രോസസ്സ്. അതേ സോൾവേ പ്രോസസ്സിൽ നിന്ന് തന്നെ നമുക്ക് സോഡിയം ബൈകാർബണേറ്റും എന്താക്കാൻ പറ്റും? സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. അതിൽ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയലുകളാണ്. ഇറ്റ് ഈസ് എൻ എ സിമ്പിൾ തിങ്. ഓപ്ഷൻ ഡി ആണ് വരിക. ബ്രൈൻ എന്ന് പറയുമ്പോൾ മിനറൽസിൻ്റെ സൊല്യൂഷൻ, അതിൽ ലൈം സ്റ്റോൺ, അമോണിയ, അതാണ് ആദ്യത്തെ ബാച്ചിൽ വേണ്ടത്. പിന്നെ കാസ്റ്റിക് സോഡ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എന്താവും? ഫോം ചെയ്യുകയും ചെയ്യും. റെഡി. ഇനി ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ആൽക്കലി മെറ്റൽസ് ആർ. ഒരു തവണ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ആൽക്കലി മെറ്റലുകൾക്ക് നമ്മൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും കുറവും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും കൂടുതലാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ആൽക്കലി മെറ്റലുകളുടെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് സോഡിയം കാർബണേറ്റ് ഇൻ ദ ഗിവൺ സാമ്പിൾ ഓഫ് എ HCO3. സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ആൽക്കലിയും അതോടൊപ്പം തന്നെ HCO3 ആസിഡുകൾ ഏതെങ്കിലും ആവാം, അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആവാം. എന്തായാലും നമുക്ക് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക, നിങ്ങൾ +2 പഠിക്കും, ആസിഡിനെയും ബേസിനെയും ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോൾഫ്തലിൻ ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലിറ്റ്മസ് പേപ്പർ ഒക്കെ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണെന്ത്? ഫിനോൾഫ്തലിൻ. ഇനി അടുത്തത് പോവാലോ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയേജന്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ? ഒരു സാധനം വാഷിംഗ് സോഡയാണ്, മറ്റൊന്ന് ബേക്കിംഗ് സോഡയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാഷിംഗ് സോഡയാണെങ്കിലും ശരി, ബേക്കിംഗ് സോഡയാണെങ്കിലും ശരി, അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ, CaCl2. ചില ചോദ്യങ്ങൾ അഡീഷണലി ഉള്ളതാണ്, അത് നിങ്ങൾ അതേപടി തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുകയും വേണം. ദെൻ അടുത്തത്, വാഷിംഗ് സോഡ ക്രിസ്റ്റൽസ് വെൻ എക്സ്പോസ്ഡ് ടു എയർ ക്രംബിൾസ് ടു എ വൈറ്റ് പൗഡർ ബൈ ലോസ് ഓഫ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ്. വാഷിംഗ് സോഡ ക്രിസ്റ്റലുകളെ നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വാട്ടർ ലോസ് ചെയ്തിട്ട് വൈറ്റ് പൗഡർ ആയിട്ട് എന്താവും? മാറും. റെഡി. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ദിസ് ഇസ് എഫ്ലോറസെൻസ് കേട്ടോ. എഫ്ലോറസെൻസ് എന്നാണ് ഇത്തരം പ്രോസസ്സുകളെ നമ്മൾ എന്താക്കുക? വിളിക്കുക. ഇനി ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ. പറഞ്ഞു തന്നു കഴിഞ്ഞതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതൊക്കെയാ വരിക? ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇനി all the alkali earth metals have the outermost electronic configuration is. ആൽക്കലി മെറ്റലുകളുടെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവട്ടെ എന്താണ്? NS2. ഇനി ദ മോസ്റ്റ് എബൻഡന്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ എർത്ത് മെറ്റലുകളിൽ മോസ്റ്റ് എബൻഡന്റ് ആയ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതാണെന്നാ ചോദ്യം.
മോസ്റ്റ് എബൻഡൻ്റ് ആയ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? കാൽസ്യം ആണ്. കാൽസ്യം. ഇനി 21ാമത്തെ ചോദ്യം, ദ നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലി മെറ്റൽ ഏതായിരുന്നു? ഫ്രാൻസിയം അല്ലേ? അതേപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ നോക്കാം നമുക്ക്. ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. റേഡിയം is a radioactive element. ഇനി an alkaline earth metal which is widely distributed in plants. പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതാ എന്നാണ് ചോദ്യം. പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. കാരണം മെഗ്നീഷ്യമാണ് ക്ലോറോഫിലിൻ്റെ കണ്ടന്റ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വസ്തുവാണ് ക്ലോറോഫിൽ. ക്ലോറോഫിലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. അപ്പോൾ എല്ലാ സസ്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് ഏതാണ്? മെഗ്നീഷ്യം ആണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഗീവ് ഫ്ലെയിം കളറേഷൻ? ഈ പറയുന്നവയിൽ ആരാണ് ഫ്ലെയിം കളറേഷൻ തരാത്തത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാറ്റഗറിയിൽ ബെറീലിയവും മെഗ്നീഷ്യവും, ഞാൻ മാർക്ക് ചെയ്ത് മാറിയതാണ്, ബെറീലിയവും മെഗ്നീഷ്യവും ഒരിക്കലും ഫ്ലെയിം കളറേഷൻ തരില്ല. കാരണം ഇതാണ്, ഈ രണ്ട് എലമെൻറ്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ ലൂസ്ലി റിലീസ്ഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സമയമെടുക്കും ഇലക്ട്രോണുകൾ റിലീസ്ഡ് ആവാൻ. അതുകൊണ്ട് ഫ്ലെയിം കളറേഷൻ തരാത്ത രണ്ട് പേരെന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഈ പറയുന്ന ബെറീലിയവും മെഗ്നീഷ്യവും ആണ്. ഇനി 24ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റ്? ഒന്ന്, സൊല്യൂഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ഇസ് ബ്ലൂ. ശരിയാണ്. ഏതൊരു ആൽക്കലി മെറ്റലും അമോണിയയുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അമോണിയേറ്റഡ് കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണുമായിട്ട് മാറും. ആ സമയത്ത് അതിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ ആണ്. ബെറീലിയം ക്ലോറൈഡ് ഇസ് ലീനിയർ ഇൻ ദ വേപ്പർ സ്റ്റേറ്റ് ബട്ട് പോളിമറിക് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്. ശരിയാണ്. ബെറീലിയം ക്ലോറൈഡ് ലീനിയർ ആണ് വേപ്പർ സ്റ്റേറ്റിൽ. പോളിമറിക് സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് അവർ ബ്രാഞ്ചിങ് തുടങ്ങിയിട്ട് ചെയിൻ സ്ട്രക്ചറിലേക്ക് മാറും. ഇനി അയോണിക് ഹൈഡ്രൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വിൽ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഓൺ ഹൈഡ്രോളിസിസ്. ശരിയാണ്. ആൽക്കലി മെറ്റലുകളും ആൽക്കലൈൻ എർത്ത് മെറ്റലുകളും ഹൈഡ്രജനുമായി കൂടിച്ചേർന്നാൽ ഫോം ചെയ്യുന്നതിനെയാണ് ഹൈഡ്രൈഡുകൾ എന്ന് വിളിക്കുക. അവയെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് ഏത് ഗ്യാസ് റിലീസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ഇനി 4ാമത്തത്, ബൈകാർബണേറ്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ സ്റ്റേബിൾ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. അത് തെറ്റാണ്. ബൈകാർബണേറ്റുകൾ സ്റ്റേബിൾ ആണെന്നും പറയാൻ പറ്റില്ല, സോളിഡ് ആണ് എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ സോഡിയം ബൈകാർബണേറ്റ് ഇസ് ലെസ് സോല്യൂബിൾ ഇൻ വാട്ടർ ദാൻ പൊട്ടാസ്യം ബൈകാർബണേറ്റ്. അത് അറിഞ്ഞത് ശരിയാ. ഇനി the compounds of alkaline earth metals are generally less soluble in water. The most of the corresponding compounds of alkali metals is due to. അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ വെള്ളത്തിൽ സോല്യൂബിൾ ആകുന്നത് കുറവാണ്. പക്ഷേ ആൽക്കലി മെറ്റലുകൾ വെള്ളത്തിൽ സോല്യൂബിൾ ആകുന്നത് കൂടുതലാണ്. അതിനുള്ള കാരണം എന്നാണ് ചോദ്യം. ദിസ് ഈസ് ഡ്യൂ ടു ഹൈ ലാറ്റിസ് എനർജി. ഹൈ ലാറ്റിസ് എനർജി ഉള്ളത് കൊണ്ടാണ് ആൽക്കലി മെറ്റലുകൾ പരമാവധി വെള്ളത്തിൽ സോല്യൂബിൾ ആകുന്നത്. ഇനി ബെറീലിയം ഓക്സൈഡ്സ് ആർ BeO. ബെറീലിയം ഓക്സൈഡുകളെല്ലാം തന്നെ ആംഫോട്ടറിക് ആണ്.
ചില സമയത്ത് അസിഡിക് സ്വഭാവവും മറ്റ് ചില സമയങ്ങളിൽ ബേസിക് സ്വഭാവവും കാണിക്കുന്ന ആംഫോട്ടറിക് ബിഹേവിയർ ഉള്ളതാണ് ബെറീലിയത്തിൻ്റെ ഓക്സൈഡുകളെല്ലാം തന്നെ. റെഡി. ഇനി അടുത്തത് ദ റിയാക്ടിവിറ്റി ഓഫ് എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 2 വിത്ത് വാട്ടർ. ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് 2വിലെ എലമെന്റുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഓർഡർ എന്താ എന്നാണ് ചോദ്യം. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്, ചെറിയ എലമെന്റുകൾ കേട്ടോ, ചെറിയ എലമെന്റുകളാണ് വളരെ പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. വലിപ്പം കൂടുന്തോറും വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റി എന്താണ്? കുറവാണ്. അപ്പോൾ ഇവിടെ വാട്ടറുമായിട്ട് ഹൈലി റിയാക്ട് ചെയ്യുന്നത് ബെറീലിയമാണ്. ബെറീലിയം തൊട്ട് ബേരിയം വരെ ആയിരിക്കും റിയാക്ടിവിറ്റി. ഓപ്ഷൻ എ ആണ് എന്താവുക വരിക. ഇനി 29ാമത്തെ ചോദ്യം, കാർബൺ ഡയോക്സൈഡ് cannot be used for extinguishing fires produced by the burning of magnesium metal because. റെഡി. കാർബൺ ഡയോക്സൈഡ് ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് മെഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യുമ്പോൾ. അതിന് സിമ്പിളായ കാരണമാണ്, മെഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയാൽ മെഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്ത് കണ്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് എന്താവും? മാറും. അപ്പം മെഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് തീ കെടുത്താൻ വേണ്ടി കാർബൺ ഡയോക്സൈഡ് എന്താക്കാൻ പറ്റില്ല? ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താവില്ല? പറ്റില്ല. കാരണം മെഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യണ സമയത്ത് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് എന്താവും? മാറും. റെഡി മക്കളെ. വേറൊരു കാര്യമുള്ളത്, ഇപ്പം ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, സോഡിയം മെറ്റൽ ബേൺ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കരുത്, കാരണം അത് പിന്നെ അതിനേക്കാൾ വലിയ ഇടങ്ങേറാവും. സോഡിയം മെറ്റൽ ബേൺ ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? സോഡിയം മെറ്റൽ വെള്ളത്തിൻ്റെ പ്രസൻസിലാണ് എന്താവുക? കത്തുക. ഒന്നും കൂടി ആളി കത്താൻ വേണ്ടിയിട്ട് എന്താവും? തുടങ്ങും. അല്ല, ചോദിച്ചില്ലല്ലോ, സോഡിയം മെറ്റൽ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? സോഡിയം മെറ്റൽ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുക? കെറോസിനകത്ത് സൂക്ഷിക്കുന്ന സാധനമാണെന്ത്? സോഡിയം മെറ്റൽ കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആളി കത്തുകയാണ് എന്താക്കുക? ചെയ്യുക. ഇനി ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിമെന്റ് ക്ലിങ്കർ ആർ. അതായത് സിമെന്റ് അല്ല, സിമെന്റ് ക്ലിങ്കർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 കമ്പണന്റുകളാണ്, ഒന്ന് ലൈം സ്റ്റോണും മറ്റൊന്ന് ക്ലേയും. റെഡി. അതിനകത്ത് ജിപ്സം ചേർക്കുമ്പോഴാണ് അത് സിമെന്റ് ആയിട്ട് എന്താവുക? മാറുക. ഇനി ദ സിമെന്റ് ക്ലിങ്കർ ഈസ് മിക്സ്ഡ് വിത്ത് 2 to 3% ജിപ്സം. ജിപ്സം ചേർക്കുന്ന സമയത്ത് എന്താണ് പ്രത്യേകത? ടു റെഡ്യൂസ് ദ സെറ്റിംഗ് ടൈം. എത്ര കണ്ട് ജിപ്സം ചേർക്കുന്നുവോ അത്ര കണ്ട് സെറ്റിംഗ് ടൈം കുറയുകയാണ് എന്താവുക? ചെയ്യുക കേട്ടോ. ഉറയ്ക്കാനുള്ള സമയം കുറയുകയാണ് എന്താവുക? ചെയ്യുക. ദ അലോയ് ഇലക്ട്രോൺ യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ് ഹാസ് ദ കോമ്പോസിഷൻ. അതായത് എയർക്രാഫ്റ്റുകളുടെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അലോയുടെ കോമ്പോസിഷൻ എന്താണ്? എയർക്രാഫ്റ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അലോയ് എന്ന് പറയുന്നത് മെഗ്നീലിയം ആണ്. 95% മെഗ്നീഷ്യവും 5% സിങ്കും കൂടി ചേർന്നതാണ് നമ്മൾ പറയുന്ന മെഗ്നീലിയം. ഇനി ദ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എക്സ് ഡീക്കേസ് ടു ഗീവ് 2 inert gases. ദ എലമെന്റ് ഈസ്. ഈ തന്നിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റിൽ ഏതോ ഒന്നിന് ഡീകേ സംഭവിക്കുമ്പോൾ പിന്നെയും 2 ഇനേർട്ട് ഗ്യാസുകൾ എന്താകുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ അത്? ദ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് റേഡിയം 88-226. റേഡിയത്തിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുമ്പോൾ അത് റെഡോണും ഹീലിയവുമായിട്ട് എന്താവും? മാറും. ഇനി അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ചോദ്യം. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അലൂമിനിയവും ക്ലോറിൻ ഗ്യാസും ഉപയോഗിച്ചിട്ടാണ്. അലൂമിനിയവും
ക്ലോറിൻ ഗ്യാസും ഉപയോഗിച്ചിട്ടാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമ്മൾ എന്താക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി കാൽഷ്യം ഇതൊക്കെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. അഡീഷണലി കേൾക്കുന്ന ഒരു പോയിന്റും വിടരുത്, എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തേക്കണം. കാൽഷ്യം ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ ഇലക്ട്രോലിസിസ് ഓഫ്. കാൽഷ്യം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ ഇലക്ട്രോലിസിസ് ഓഫ് ഫ്യൂസ്ഡ് മിക്സ്ചർ ഓഫ് കാൽസ്യം ക്ലോറൈഡ് ആൻഡ് കാൽസ്യം ഫ്ലൂറൈഡ്. കാൽസ്യം ക്ലോറൈഡിൻ്റെയും കാൽസ്യം ഫ്ലൂറൈഡിൻ്റെയും ഫ്യൂസ്ഡ് മിക്സ്ചറിൽ നിന്നാണ് കാൽസ്യം എന്താക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. The major role of glurospar, calcium fluoride, which is added into small quantity in the electrolytic reduction of alumina dissolving in fused cryolite. അലൂമിനിയം ഫ്യൂസ്ഡ് ക്രയോലൈറ്റും കൂടി ചേർന്ന അലൂമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷനിൽ കാൽസ്യം ഫ്ലൂറൈഡ്, ഗ്ലൂറോസ്പാർ നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? മെൽറ്റിംഗ് ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസ്യം ഫ്ലൂറൈഡ് ആണെങ്കിലും ക്രയോലൈറ്റ് ആണെങ്കിലും ഇതെല്ലാം തന്നെ നമ്മൾ എന്താക്കുന്നത്, ആഡ് ചെയ്യുന്നത്. ഇനി 37ാമത്തെ ചോദ്യം നോക്കൂ. Mg2C3 ഓൺ ഹൈഡ്രോളിസിസ് ടു ഗീവ്. Mg2C3 ആണ് 3 കാർബൺ ഉള്ളത്. ഹൈഡ്രോളിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൊപ്പൈൻ. 3 കാർബൺ ഉള്ളതല്ലേടാ, പ്രൊപ്പൈൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക, കിട്ടുക. ദ കോമ്പോസിഷൻ ഓഫ് കിസറൈറ്റ്. കിസറൈറ്റിൻ്റെ കോമ്പോസിഷൻ എന്താണ്? കിസറൈറ്റ് എന്ന് പറഞ്ഞാൽ MgSO4 ഇൻറ്റു H2Oയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കിസറൈറ്റ്. കിസറൈറ്റ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേരിയം സാൾട്ട് ഈസ് സോല്യൂബിൾ ഇൻ വാട്ടർ? ഇതിലേതാണ് വെള്ളത്തിൽ സോല്യൂബിൾ ആകുന്നത് എന്നാണ് ചോദ്യം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാൾട്ടും, ബേരിയം കാർബണേറ്റ് ആണെങ്കിലും ബേരിയം സൾഫേറ്റ് ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം സോല്യൂബിൾ ആണല്ലോ. അതെ, നോക്കൂ, ബേരിയത്തിൻ്റെ കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, ഫ്ലൂറൈഡ് എല്ലാം വെള്ളത്തിൽ എന്താണ്, സോല്യൂബിൾ ആണ്. ഇനി ദ മോസ്റ്റ് എബൻഡന്റ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. മെറ്റലാ ചോദിച്ചത്, ആൽക്കലൈൻ എർത്ത് മെറ്റലോ ആൽക്കലി മെറ്റലോ ഒന്നുമല്ല. മോസ്റ്റ് എബൻഡന്റ് ആയ മെറ്റൽ എർത്ത് ക്രസ്റ്റിലേത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അലൂമിനിയം. ഇനി വാട്ട് ആർ ദ കോമൺ നെയിം ഓഫ് Na2SO4? Na2SO4 into 10H2O, MgOH twice MgCO3 into 3H2O. റെഡി? ക്ലിയർ? അതിൻ്റെ പേര് ഒന്നാമത്തേത് Na2SO4 എന്ന് പറഞ്ഞാൽ സാൾട്ട് കേക്ക് ആണ്. സാൾട്ട് കേക്ക് ആൻസർ കീയിൽ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളത്. Na2SO4 into 10H2O എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സാൾട്ട് ആണ്. MgOH twice into MgCO3 into 3H2O എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ആൽബ. മെഗ്നീഷ്യം ആൽബ എന്നാണ് നമ്മൾ പറയുക. സാൾട്ട് കേക്ക്, ഗ്ലോബൽ സാൾട്ട്, മെഗ്നീഷ്യം ആൽബ. ഇനി ദ യൂസ്ഫുൾ ബൈ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സോൾവേവ് പ്രോസസ് ബൈ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ആർ. സോഡിയം കാർബണേറ്റിൻ്റെ മാനുഫാക്ചറിൽ ഫോം ചെയ്യുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണ്? ബൈ പ്രോഡക്റ്റ് ക്യുക്ക് ലൈം ആണ്. ക്യുക്ക് ലൈം. ഇനി 43, 44, 45 3 ചോദ്യങ്ങളേ ഉള്ളൂ. 43ാമത്തെ ചോദ്യം ഇതാണ്. എ സോഡിയം പൊട്ടാസ്യം അലോയ് ഈസ് കോൾഡ്. സോഡിയം പൊട്ടാസ്യം അലോയ് ഈസ് യൂസ്ഡ് കേട്ടോ. എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന സാധനമാണെന്ത്? സോഡിയം പൊട്ടാസ്യം അലോയ്. മറ്റൊന്ന് പൊട്ടാസ്യം കാർബണേറ്റ് ഈസ് കോൾഡ്. പൊട്ടാസ്യം കാർബണേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേൾ ആഷ് എന്നാണ് നമ്മൾ വിളിക്കുക. പേൾ ആഷ്. ഇനി മെഗ്നീഷ്യ സിമെന്റ് ഹാസ് ദ കോമ്പോസിഷൻ. മെഗ്നീഷ്യ സിമെന്റിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോറൽസ് സിമെന്റ് എന്ന് പറയും കേട്ടോ. സോറൽസ് സിമെന്റ് എന്ന് പറയും. അതിൻ്റെ കോമ്പോസിഷൻ ഇങ്ങനെയാണ്: MgCl2 ഇൻറ്റു 5MgO ഇൻറ്റു XH2O. MgCl2 ഇൻറ്റു 5MgO ഇൻറ്റു XH2Oനെയാണ് നമ്മൾ സോറൽ സിമെന്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യ സിമെന്റ് എന്നുള്ള പേരിൽ എന്താക്കുന്നത്, വിളിക്കുന്നത്. ഇതിൽ
പുതുതായി നിങ്ങൾ എന്തൊക്കെ കേട്ടുവോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ അഡീഷണലി പഠിക്കുക. ബാക്കിയുള്ളത് എളുപ്പത്തിൽ സോൾവ് ചെയ്ത് തീർക്കാനും എന്താക്കുക, ശ്രമിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കാര്യങ്ങളെല്ലാം തന്നെ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.